അപ്പോൾ നമ്മുടെ സ്പോട്ടിലെത്തി കേട്ടോ. ഇപ്പോൾ സമയം 7:30. ഞാൻ ഇത്തിരി താമസിച്ചാണ് ഇറങ്ങിയത്. കാര്യം ഇത്തിരി ചെമ്മീൻ കിട്ടാനായിട്ട് ഇത്തിരി താമസം ഉണ്ടായിരുന്നു. കാര്യം രാവിലെ ചെമ്മീനും വളരെ കുറവാണ് ഇപ്പോൾ കിട്ടുന്നത്. ലൈവ് കിട്ടുന്നില്ല. നമുക്ക് സാധാരണ ചെമ്മീൻ കിട്ടും, പക്ഷേ ലൈവ് ചെമ്മീൻ കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ വളരെ വൈകിയൊക്കെയാണ് അവിടെ മാർക്കറ്റിൽ ചെമ്മീൻ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ പീറ്ററേട്ടൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ചെമ്മീൻ വാങ്ങിച്ചത്. 3-4 ദിവസം പീറ്ററേട്ടൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് പീറ്ററേട്ടൻ വന്നിട്ടായിരുന്നു. പീറ്ററേട്ടൻ്റെ അടുത്ത് കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ ജനീഷും അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട് ചെമ്മീൻ. ഞാൻ ചോദിച്ച് പീറ്ററേട്ടനോട്, ഒരു ബാഗായിട്ട് തന്നെ ഒരു പാർട്ടി വന്നോ, ചെമ്മീൻ വാങ്ങിക്കാൻ വന്നോ എന്ന് പറഞ്ഞപ്പോൾ പീറ്ററേട്ടൻ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു, വാങ്ങിച്ചിട്ട് പോയെന്ന്. അപ്പോൾ ജനീഷും ജോസൊക്കെ ഇന്ന് ചെല്ലാനത്താണ് പോയിട്ടുള്ളത്. ചെല്ലാനത്ത് അവർ കാളാഞ്ചിനെ പിടിക്കാനുള്ള പരിപാടിക്കാണ്. അപ്പോൾ ഇന്ന് കുറച്ച് പേര് ഇവിടെ ഉണ്ട് കേട്ടോ ചൂണ്ടയിടാനായിട്ട്. ഇന്നലെ വന്ന ആളുകളുമുണ്ട്, പുതിയ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്പോട്ട് ഏതാണ്ടൊക്കെ ഫില്ലായിട്ടുണ്ട്. അവിടെയൊക്കെ ഇന്നലെ മീനൊക്കെ പിടിക്കണ കണ്ട കാരണം എനിക്ക് അറിയാമായിരുന്നു ഇന്ന് അവിടെ ഇടാനായിട്ട് പറ്റില്ല എന്ന്. അപ്പോൾ ഇന്ന് അവിടെ വേറെ ആളുകളൊക്കെ വന്ന് ചൂണ്ടയിടുന്നുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇടാം. നമുക്ക് ഇന്നടുത്ത് നിന്നാലേ മീൻ കിട്ടുള്ളൂ എന്നുള്ള ഒരു ഇതൊന്നുമില്ല. അപ്പം എവിടെ നിന്ന് കഴിഞ്ഞാലും മീൻ പിടിക്കാമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമുക്കൊരു നല്ലൊരു സ്പോട്ട് നോക്കാം, അവിടെ നിന്ന് നമുക്ക് ചൂണ്ടിടാം. നമുക്ക് സെൻറ്ററിലേക്ക് മാറിയിരിക്കാം. കുറച്ച് ലൈവ് ഉണ്ട്. ഇന്നലെ ഭയങ്കര കൂരിയുടെ ശല്യമായിരുന്നു. ഇത് കൂരിയുടെ ശല്യമാണെങ്കിൽ പോകണേനെ നല്ലത്. കാര്യം ചൂണ്ട വെള്ളത്തിലേക്ക് ഇട്ട് അപ്പം തന്നെ കൂരി കയറി പിടിക്കാൻ, വറ്റയ്ക്ക് പിടിക്കാനുള്ള അവസരമൊന്നും കൊടുക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ കൂരി ഇരയെല്ലാം തിന്ന് കയറും. നാളെ ഞാൻ ചെല്ലാനത്ത് പോകുള്ളൂ. അപ്പോൾ നാളെ ഞായറാഴ്ചയല്ലേ, നാളെ ചെല്ലാനത്ത് പോകാം. ഇപ്പോൾ നമ്മൾ ഭായിമാരൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് ചൂണ്ടിടാൻ കേട്ടോ. അവർ കുറച്ച് പേര് അപ്പുറത്ത് കിഴക്കേ അറ്റത്ത് നിൽക്കുന്നുണ്ട്. അവർ സബിക്കാണ് ഇടുന്നത്. അവർക്ക് മീൻ കിട്ടുന്നുണ്ടാണെന്നറിയില്ല. അവർ ഇന്നലെയും ഉണ്ടായിരുന്നു. നമുക്ക് ഏതായാലും ലൈവ് വെയിറ്റ് മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. സബിക്കുണ്ട് എൻ്റെ കയ്യിൽ, പക്ഷേ അത് ഞാൻ ഇടുന്നില്ല. കാര്യം പായലിൻ്റെ ശല്യം ഇത്തിരി കൂടുതലാണ്. പായലെല്ലാം ഈ ചീഞ്ഞിങ്ങനെ കിടക്കുന്ന കാരണം ഉണ്ടല്ലോ, എല്ലാ കുളത്തിലും കയറി പിടിക്കും. അതിങ്ങനെ സ്പ്രെഡായിട്ടാണ് വരുന്നത്. മേലിലൂടെയും വരുന്നുണ്ട്, വെള്ളത്തിൻ്റെ അടിയിലൂടെയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ, താത്തി ഇട്ട് കഴിഞ്ഞാലും പൊക്കി ഇട്ട് കഴിഞ്ഞാലും പായൽ വന്ന് ഉടക്കും. അപ്പോൾ കുറച്ചുകൂടി ഈ മാസം കൂടെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് സബിക്കൊക്കെ ഇറക്കാം. ഈ മാസം കൂടി കഴിയുമ്പോഴേക്കും ഏകദേശം പായലൊക്കെ ചീഞ്ഞ് താന്ന് കഴിയും. നമുക്കിത് ഇവിടെ തന്നെ അങ്ങോട്ട് നിൽക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചെമ്മിനങ്ങോട്ട് കൊല്ലിയിൽ കെട്ടിയിടാം. ചാകാതെ ഇരിക്കാനായിട്ട്. കുറച്ച് ചെമ്മിനേ ഉള്ളൂ. അപ്പോൾ അത് ലൈവായിട്ടുള്ള ചെമ്മിനാണ്. അപ്പോൾ അത് നമുക്കത് ലൈവായിട്ട് നിൽക്കാനായിട്ട് കൊല്ലിയിൽ ഇട്ട് വെക്കാം. ഇത്തിരി കഴിയുമ്പോഴേ നമുക്ക് മീൻ അടിക്കുന്ന സമയമാകും. കുറച്ച് നേരം കൂടി, ഒരു അരമണിക്കൂർ കൂടി കഴിയും. അപ്പോൾ തിരക്കൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പയ്യെ ഒന്ന് ചൂണ്ടയൊക്കെ നമുക്ക് സെറ്റാക്കി ഇട്ട് ചൂണ്ടിട്ട് തുടങ്ങാം. അടിച്ചു കേട്ടോ. നേരത്തെ കിട്ടിയോ ഒരെണ്ണം? ആ, അപ്പോൾ രണ്ടാമത്തെ ഒറ്റയാണെന്ന് ചൂടൻ ചെമ്മല്. ഓക്കെ. എൻ്റെ ചൂണ്ടയിലും മീൻ അടിച്ചു കേട്ടോ. പക്ഷേ ഇത് ഇന്നലെ കൂരിയുടെ ശല്യമായിരുന്നു. പക്ഷേ അതിന് പകരം ഇന്ന് ബഫർ ഫിഷിൻ്റെ ശല്യമാണ്. ഇത് 3-ാം തവണ ഞാൻ ചൂണ്ട ഇറക്കിയപ്പോഴാണ് മീൻ അടിച്ചത്. കാര്യം ഓരോ തവണ ഇറക്കുമ്പോഴും ചൂണ്ട അനങ്ങില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് എന്താ ഇങ്ങനെ അനങ്ങാണ്ട് കിടക്കുന്ന പോലെ വലിച്ചു നോക്കുമ്പോൾ എന്താ ഇര കംപ്ലീറ്റ് ഈ നമ്മുടെ ബഫർ ഫിഷ് തീർത്തുണ്ടാവും. ഇന്നലെ ആ ബഫർ ഫിഷിൻ്റെ ശല്യത്തിന് പകരം കൂരിയുടെ ശല്യമായിരുന്നു. ചൂണ്ടയിട്ട് അപ്പം തന്നെ കൂരി അടിച്ചുകൊണ്ട് പോകും. പക്ഷേ അതിന് പകരം ഇന്ന് കൂരിയൊന്നുമില്ല, പക്ഷേ പകരം ബഫർ ഫിഷിൻ്റെ ആക്രമണമാണ്. ഇതിപ്പോൾ ഞാൻ 3-ാം തവണ ചൂണ്ട ഇറങ്ങിയപ്പോഴാണ് ഈ മീൻ അടിച്ചത്. വറ്റ തെറ്റില്ലാത്ത വറ്റയാണ് കേട്ടോ. കണ്ടോ, 1/2 കിലോ അധികമുള്ള വറ്റയാണ്.
പക്ഷെ പ്രശ്നം ഇതാണ്, നമുക്ക് ഇര അവിടെ ഒരു 5 മിനിറ്റ് പോലും കിടക്കാനായിട്ട് അനുവദിക്കുന്നില്ല. ഇര അവിടെ കിടന്നു കഴിഞ്ഞാൽ മീനടിക്കും, പക്ഷേ അതിനു മുമ്പ് തന്നെ നമ്മുടെ ബഫർ ഫിഷ് വന്ന് സംഭവം കംപ്ലീറ്റ് തീർക്കും. ഇത് വിഴുങ്ങിക്കളഞ്ഞല്ലോ. ആ, കുഴപ്പമില്ല, ഒരു ഫിംഗറിൻ്റെ ഒരു ട്രിക്കുണ്ട്, അങ്ങനെ നമുക്ക് ഊരിയെടുക്കാം. ഇത് എൻ്റെ അണ്ണാക്കോട് നമ്മളെ കടിക്കും, കൈ ഇങ്ങനെ ചെളയിലൂടെ ഇടുമ്പോൾ. അങ്ങനെ ഇന്നത്തെ ചൂണ്ടയിടലൊക്കെ നമ്മൾ മതിയാക്കി കേട്ടോ. എനിക്ക് ആ ഒരു മറ്റേ മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷേ പിയോസിന് ഒരു 4 വറ്റ കിട്ടി. നമ്മളെ ഇവിടെ ഒരു ജോൺ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, ജോണിന് ഒരു 2-3 കിട്ടി. ചെറുതാണ്, എന്നാലും പുള്ളിക്ക് സബിക്കയിലാണ് വറ്റ കിട്ടിയത്. അപ്പോൾ ഞാൻ പോവുകയാണ്. പിന്നെ നാളെ ഹായ്. അപ്പോൾ നമ്മൾ നാളെ ചെല്ലാനത്താണ്. ചെല്ലാനത്ത് പോയിട്ട് അവിടെ കാളാഞ്ചി അവിടെ കയറിയിട്ടുണ്ടെന്ന് പറയുന്നു. നമ്മുടെ കൂട്ടുകാർക്കൊന്നും കിട്ടിയില്ല, പക്ഷെ വേറെ അവിടെ ആർക്കോ കാളാഞ്ചിയൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നാളെ ചെല്ലാനത്തും തിരക്കായിരിക്കാനാണ് സാധ്യത. ഏതായാലും നാളെ എൻ്റെ ഭാഗ്യം പരീക്ഷിക്കാനായിട്ടും പോവുകയാണ് ഏതായാലും ചെല്ലാനത്ത്. ഇപ്പോൾ പഴയ ആളുകളൊക്കെ പോയി, പുതിയ ആളുകളൊക്കെ വന്നു. ഇപ്പം വെയിലും കൂടി, അതുപോലെ പായലും വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വലിയ ഇടങ്ങേറായിരിക്കും. അപ്പോൾ ഏതായാലും പോവാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ നമ്മൾ നാളെ ചെല്ലാനത്താണ് കേട്ടോ. ചെല്ലാനത്ത് പോയിട്ട് തകർക്കാൻ പോയി. അപ്പോൾ ഇന്ന് ചെല്ലാനത്ത് കാളാഞ്ചിയൊക്കെ കയറിയേക്കണ കാരണം നാളെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കാല് കുത്താൻ ഇടം കിട്ടിയാൽ ഭാഗ്യമെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.